ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അവറേജ് ഈഫ് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ സം ഈഫ് ഇതുവരെ നോക്കി, അതേപോലെ തന്നെ കൗണ്ട് ഈഫ് നമ്മൾ നോക്കി. ഇനി നമുക്ക് പുതിയൊരു ഫോർമുല പഠിക്കാം, അവറേജ് ഈഫ്. അപ്പോൾ എന്തിനാണ് അവറേജ് ഈഫ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് അവറേജ് ഈഫ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ഫസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ചെയ്ത് നോക്കാം. കുറച്ച് പ്രോഡക്റ്റിൻ്റെ പേരുണ്ട്, യൂണിറ്റ് സോൾഡ് ഉണ്ട്. ഇതിൽ ഓരോ പർട്ടിക്കുലർ പ്രോഡക്റ്റും എത്ര എമൗണ്ടാണ് നമുക്കതിൻ്റെ അവറേജ് സെല്ലിങ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അതായത് പ്രോഡക്റ്റ് എയും അതേപോലെ പ്രോഡക്റ്റ് ബിയും അതേപോലെ തന്നെ ഡിയും അവറേജ് എത്ര എമൗണ്ടിന് സെല്ല് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കിട്ടണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് അവറേജ് ഈഫ് എന്ന് എഴുതി കൊടുത്തു, അവറേജ് ഈഫ്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഇട്ടു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. അതായത് നമ്മൾ ആ ഡാറ്റ കിടക്കുന്ന ഭാഗം സെലക്ട് ചെയ്തു. ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് ഇതിൻ്റെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണോ ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ വന്ന് ബി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്തു, ബി എന്ന് ഇട്ടു. അതിനുശേഷം അവറേജ് റേഞ്ച് എന്നുള്ളിടത്ത് ഈ യൂണിറ്റ് സോൾഡ് എന്നുള്ള ഈ ഭാഗവും നമുക്ക് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിൽ അവറേജ് ബിൻ്റെ അവറേജ് സെല്ലിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോൾഡ് എന്ന് പറയുന്നത് 37.5%. ഇനി അതേപോലെ തന്നെ നമുക്ക് ഡീൻ്റെ കണ്ടെത്താം. സിമ്പിളാണ് ചെയ്യാൻ. ഈക്വൽ ടു ഇടുക, അവറേജ് ഈഫ് എന്നെഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റേഞ്ച് എന്നുള്ളിടത്ത് ഈ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഡീന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഡീൻ്റെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഒരു കോമ ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് യൂണിറ്റ് സോൾഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രോഡക്റ്റ് ഡി എന്നുള്ളതിന് എത്ര അവറേജ് സെല്ല് വന്നു എന്നുള്ളതും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, തേർഡിനും അതേപോലെ സെക്കൻഡിനും അവറേജ് സെമസ്റ്റർ സ്കോർ നമുക്കിവിടെ കണ്ടെത്തണം. അപ്പോൾ കുറച്ച് കുട്ടികളുടെ പേരുണ്ട്, അവരെ സെമസ്റ്റർ ഏതാണോ അത് ഇവിടെ തന്നിട്ടുണ്ട്, അതേപോലെ അവരെ സ്കോറും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ സെമസ്റ്ററിൽ എത്രയാണ് അവറേജ് സ്കോർ വന്നു എന്നുള്ളത് നമുക്കിവിടെ കണ്ടെത്തണം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിനും നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈക്വൽ ടു ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവറേജ്, എന്നിട്ട് അതിന് ശേഷം അവറേജ് ഈഫ് എന്ന് ചേർത്തു. അതിനുശേഷം റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് ഈ സെമസ്റ്റർ എന്നുള്ള ഈ ഭാഗത്തുള്ള റേഞ്ച് സെലക്ട് ചെയ്തു. ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമ്മളിവിടെ സെക്കൻഡിൻ്റെയാണ് കണ്ടത്, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അവറേജ് റേഞ്ച് എന്നുള്ളിടത്ത് ഈ ഭാഗവും സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ സെക്കൻഡ് സെമ്മിന് നമുക്ക് 78 ആണ് അവറേജ് സ്കോർ വരുന്നത്. അതേപോലെ തന്നെ നമുക്കിനി തേർഡിന് എങ്ങനെയാണോ അത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് അവറേജ് ഈഫ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമ്മൾ തേർഡ് എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ അതിന് തേർഡിന് 59% അവറേജ് സ്കോർ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വന്ന് കുറച്ച് സിറ്റിയുടെ പേരും തന്നിട്ടുണ്ട്, കുറച്ച് സോണും തന്നിട്ടുണ്ട്, സിറ്റിയും തന്നിട്ടുണ്ട്, സെയിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവറേജ് വെസ്റ്റ് സോണിൽ എത്ര അവറേജ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമുക്കിവിടെ ഫോളോ ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഈക്വൽ ടു അവറേജ് ഈഫ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്തു, ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് ഏതിൻ്റെയാണോ കാണേണ്ടത് അത് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് വെസ്റ്റിൻ്റെ ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വെസ്റ്റ് എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം അവറേജ് റേഞ്ച് എന്നുള്ളിടത്ത് ഈ ഭാഗം നമുക്ക് ഈ സെയിൽ കിടക്കുന്ന ഈ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ആ ഭാഗത്ത് അവറേജ് സെയിൽ എത്രയാണോ വന്നത് അത് നമുക്കിവിടെ കാണിച്ചു തരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്തതൊരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യണം, അവറേജ് യൂണിറ്റ് സോൾഡ് അബവ് 250, അതേപോലെ തന്നെ അവറേജ് സോൾഡ് ബിലോ 250. ഇതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വന്ന് അവറേജ് ഈഫ് എന്ന് ചേർത്ത് കൊടുത്തു, സെൻട്രൽ ലൈൻ ഒഴിവാക്കുന്നുണ്ട്. ഇനി ഇവിടെ വന്ന് അവറേജ്
ഈഫ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ഒരു കണ്ടീഷൻ്റെ ഉള്ളിൽ ഗ്രേറ്റർ ദാൻ 250 എന്ന് ചേർത്ത് കൊടുത്തു, 250 എന്ന് ചേർത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്, എന്നിട്ട് എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ നോക്കൂ, അവറേജ് 250ൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര സോൾഡ് വന്നു, എത്ര പെർസെൻറ്റേജ്, എത്ര അവറേജ് യൂണിറ്റ് സോൾഡ് വന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കും. അതേപോലെ ഇനി 100ൻ്റെ താഴെ എത്ര വന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അവറേജ് ഈഫ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമറ്റതിന് ശേഷം ക്രൈറ്റീരിയ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ലെസ് ദാൻ 100 എന്ന് ചേർത്തു. അപ്പോൾ 100ൻ്റെ താഴെ ഉള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്തു, അതും ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് അവറേജ് ഓഫ് യൂണിറ്റ് സോൾഡ് ബിലോ 100 എന്ന് പറയുന്നത് 40.143 ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ അവറേജ് ഈഫ് എന്ന ഫോർമുല യൂസ് ചെയ്യാമെന്നും അത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചെയ്ത വർക്കിൻ്റെ വർക്ക് ബുക്കിൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ വർക്ക് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന വീഡിയോൻ്റെ ലിങ്കും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.